ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നതാ മുന്നേ ഞാൻ ഇട്ടൊരു വീഡിയോ ഉണ്ട് ഡിവൈൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഒരു മേക്ക് ഓവർ. അപ്പോൾ ഇന്ന് ഡിവൈൻ്റെ റിസപ്ഷൻ്റെ ഒരു ലുക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. മുന്നത്തെ വീഡിയോയ്ക്ക് നല്ലൊരു എന്താ പറയുക റെസ്പോൺസ് ആയിരുന്നു, നല്ല കമൻസ് ആയിരുന്നു. ആരും തന്നെ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒന്ന് രണ്ട് പേര് ഹെയറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് അതിനകത്ത് സ്പ്രേ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് കുറച്ച് നേരത്തെ ഒരു ഫങ്ഷൻ ആയ കാരണം നമ്മൾ സ്പ്രേ കാര്യങ്ങളൊന്നും അങ്ങനെ കൊടുത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ടാണ് അത് ലാസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഓൺ ഹെയർ ആണ് ലാസ്റ്റ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ പരിഗണിച്ച് ഇന്ന് ഫുൾ മേക്കപ്പ് സ്പ്രേ ഒക്കെ കൊടുത്ത് ചെയ്തു. കാരണം റിസപ്ഷൻ അത്യാവശ്യം സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്പ്രേ ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടെ ഡിംപിളിനും ഒരു മേക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ രണ്ടാളുടെയും മേക്കപ്പിൻ്റെ വീഡിയോസാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒത്തിരി പേര് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചാനലായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയണതാണ്, ഞാൻ എല്ലാ പ്രോഡക്റ്റും ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ പറയാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് പ്രെപ്പ് ചെയ്തു. ഞാൻ മാക്കിൻ്റെ പ്രെപ്പാണ് കേട്ടോ ആദ്യം യൂസ് ചെയ്യാറ്, ഫിക്സ് പ്ലസ്. എൻ്റെ കഴിയാറായി, പുതിയ ബോട്ടിൽ മേടിക്കണം. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ അത് നോർമലി നമ്മുടെ ഫേസ് അബ്സോർബ് ആക്കി എടുക്കണം. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തായിരുന്നു. ദെൻ ഒന്ന് അബ്സോർബ് ആവാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഡിവൈൻ്റെ സ്കിന്ന് വന്നിട്ട് അത്യാവശ്യം ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല മോയ്സ്ചറൈസറും കൊടുത്തായിരുന്നു. അതുപോലെ സിറൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത്. അത്യാവശ്യം ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റേസർ വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞായിരുന്നു. പിന്നെ ഒത്തിരി ഫേഷ്യൽ ഹെയർ കാര്യങ്ങളൊന്നും നമ്മൾ റിമൂവ് ചെയ്തില്ല കേട്ടോ. ആൾക്ക് അങ്ങനെ അത് എടുക്കണത് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പെട്ടെന്നുള്ള ധൃതിക്ക് ആദ്യം പോയിട്ട് നമ്മൾ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഞാൻ ഐബ്രോ എഴുതി കൊടുക്കാത്ത കാര്യം ആലോചിച്ച്. എന്തായാലും ഞാൻ ഐബ്രോസ് നല്ലതുപോലെ PSCയുടെ പൗഡർ പാലറ്റ് വെച്ചിട്ട് നല്ലതുപോലെ എഴുതി കൊടുത്തു കേട്ടോ. കാരണം ആൾക്ക് ഐബ്രോസ് എഴുതി കൊടുക്കണത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല രസമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബോബി ബ്രൗണിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്ത്. അത് വന്നിട്ട് തീരാറായി, പുതിയ ബോട്ടിൽ വാങ്ങണം, എല്ലാം തീരാറായി. അപ്പോൾ ഇനി ഒരു പുതിയ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങണം. ബോബി ബ്രൗണിൻ്റെ മോയ്സ്ചറൈസർ വന്നിട്ട് നല്ല മോയ്സ്ചറൈസറാണ്, ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ അത് വാങ്ങാത്തവർ വാങ്ങിച്ചോ. അതുപോലെ 2-in-1 ആണ്, നമുക്ക് പ്രൈമറും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ദെൻ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഗ്ലോറസിപ്പ് വാട്ടർമെലൺ ഗ്ലോറസിപ്പ്. നല്ല അടിപൊളി ഫിനിഷിംഗ് ആണ് കേട്ടോ. നമുക്കൊരു ഡൂയി ഫിനിഷിംഗ് ഒക്കെ കൊടുക്കാൻ, അതുപോലെ ഒരു ഗ്ലാസ് ലുക്കൊക്കെ കൊടുക്കാനായിട്ട് അത് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങാത്തവർ റേറ്റ് ഉണ്ട് നമുക്ക്, പക്ഷേ അതിനൊക്കെയുള്ള റിസൾട്ട് തരുന്നത് കൊണ്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം. നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം. ഓയിൽ സ്കിന്നാണെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടണം കേട്ടോ. ഓരോ സ്കിന്ന് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ മേക്കപ്പ് എപ്പോഴും കൊടുക്കാനായിട്ട്. ദെൻ ഐ മേക്കപ്പ് വന്നിട്ട് വളരെ മിനിമലായിട്ട് ചെയ്തത്, ഒട്ടും ലൗഡല്ല. നമ്മൾ വളരെ മിനിമലായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്ത്, പിന്നെ ഒരു അത്യാവശ്യം നല്ല ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ ഞാൻ ഐബോളിൽ കൊടുത്തത്. എന്നിട്ട് ഞാൻ ഒരു ഷിമ്മറും ഇട്ട് കൊടുത്തായിരുന്നു. ആ ഷിമ്മർ വന്നിട്ട് ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ നമുക്ക് നല്ല തിളക്കമാണ്, എന്നാൽ ഭയങ്കര എന്താ പറയുക ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല കണ്ണിൽ. പക്ഷെ നല്ല ഭംഗിയായിരിക്കും. റിസപ്ഷൻ ലുക്കൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഈവനിങ് ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും. വന്നിട്ട് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഫുൾ എനിക്ക് വിട്ട് തന്നേക്കായിരുന്നു കേട്ടോ ഡിവൈൻ. എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞു. കാരണം ഒരു ഒത്തിരി അഭിപ്രായം പറഞ്ഞു ലാസ്റ്റ് ചെയ്ത മേക്കപ്പ് വന്നിട്ട് ഡോണിനൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ചെയ്തൊരു വർക്കിന് അവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു ഷിമ്മർ മാത്രമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പഴയ മേക്കപ്പ് ഒക്കെ തന്നെയാണ് ചെയ്തത്. അതാ ഈ ഷിമ്മറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. അർബൻ ഡിക്കയുടെ ഷിമ്മറാണ്, നൈക്കയിൽ നിന്ന് മേടിച്ചതാണ്. 2500 ആണ് ഈ ഷിമ്മറിൻ്റെ റേറ്റ് വന്നിട്ട്. താല്പര്യമുള്ളവർക്ക് മേടിക്കാം. ഷെയ്ഡ് വന്നിട്ട് ലിഥിയം ആണ്. നല്ല അടിപൊളി ഷെയ്ഡാണ്. അതുപോലെ ഭയങ്കര ലൈറ്റാണ്. നമുക്ക് ഒരുപാട് അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല മറ്റ് ഐ ഷാഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബോബി ബ്രൗണിൻ്റെ ഒരു ജെല്ല് വെച്ചിട്ട് നല്ലതുപോലെ
എഴുതിയിട്ട് അതൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് സ്മോക്കി ആക്കി കേട്ടോ. അപ്പോൾ തന്നെ അവരുടെ കണ്ണ് കാണാൻ ഭയങ്കര ഒരു വലിയ കണ്ണുകൾ പോലെയായിരിക്കും. അപ്പോൾ അതാണ് എല്ലാവർക്കും മോസ്റ്റ്ലി ഇഷ്ടപ്പെടുന്ന ഒരു ലുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാഷസ് വെച്ച് കൊടുക്കും. ദെൻ ഒരു ഐലൈനർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്കെച്ച് ലൈനർ കൊണ്ടോ, ഞാൻ സ്കെച്ച് ലൈനറാണ് കേട്ടോ യൂസ് ചെയ്യാറ്, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ആ ലാഷ് ലൈൻ മാത്രം ഒന്ന് എഴുതി കൊടുക്കാം. ഇതിനകത്ത് അങ്ങനെ ഐ മേക്കപ്പ് കാര്യങ്ങളൊന്നും അങ്ങനെ വിസിബിൾ അല്ല കേട്ടോ, ഒത്തിരി അങ്ങനെ വിസിബിൾ അല്ല. നമ്മൾ കുറച്ച് ലോങ്ങിൽ നിന്നാണല്ലോ എടുക്കുന്നത്, സൂം ചെയ്തിട്ടില്ല. പിന്നെ ഷാർലറ്റിൻ്റെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്തത്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒക്കെ ഷാർലറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഷാർലറ്റിൻ്റെ മസ്കാര വെച്ചിട്ട് നല്ലതുപോലെ ഫേക്ക് ലാഷസും ആൾട്ട് ലാഷസും കൂടെ നല്ലതുപോലെ മേർജ് ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മൾ ആ ഫേക്ക് ലാഷസിൻ്റെ ഗ്ലൂ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ആ ലാഷ് ലൈൻ മാത്രം ഒന്ന് എഴുതി കൊടുത്തു കേട്ടോ. ലാഷ് ലൈൻ മാത്രം ഒത്തിരി ഹെവി ആയിട്ട് എഴുതിയിട്ടില്ല, അറിയ പോലുമില്ല, ലാഷ് ലൈനിലാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഡിവൈൻ പറയുന്നത് ഐ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായെന്നാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് അതൊക്കെ ഇതായതാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, വളരെ ലൈറ്റാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ മേക്കപ്പ് കാണാൻ. നമ്മളങ്ങനെ കട്ട് ക്രീസ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ഒരു മേക്കപ്പ് ഒന്നുമില്ല. കട്ട് ക്രീസ് ചെയ്യും നമ്മൾ അങ്ങനെ ചെയ്യാതെ തന്നെ നോർമൽ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തത്. ബാക്കിൽ തോമ് കളിക്കണ്ടായിരുന്നു കേട്ടോ, അവൻ ഭയങ്കര വണ്ടി ഓടിക്കില്ല, അയ്യോ ഭയങ്കര വണ്ടി പ്രാന്താണ്. വണ്ടി ഓടിക്കും, വണ്ടി ഇടിക്കും, ആംബുലൻസിനെ വിളിക്കും. ഉണ്ണി അങ്ങനെ ഭയങ്കര ആക്റ്റീവായിരുന്നു അവിടെ, അങ്ങനെ അതിൻ്റെ ഇടയിൽ. പിന്നെ ഞാനത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മീഡിയം ഷെയ്ഡ് വെച്ചിട്ട് ആളുടെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കൺസീൽ ചെയ്ത് വിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്കിന്നാണ് കേട്ടോ ഡിവൈൻ്റെ വന്നിട്ട്. ഒരു നെക്കിൻ്റെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു ഷെയ്ഡ് മാത്രമാണ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൂ. അണ്ടർ ഐയിൽ അങ്ങനെ പിഗ്മെൻറ്റഡ് ഒന്നുമല്ല, ചെറുതായിട്ട്. അപ്പോൾ ഉള്ളിടത്തൊക്കെ ഞാനൊന്ന് ലൈറ്റായിട്ടൊന്ന് കൺസീൽ ചെയ്ത് വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ സ്കിന്ന് നമുക്ക് ഈവണായി കിട്ടി. ദെൻ ഞാൻ മുന്നേ യൂസ് ചെയ്ത സെയിം ഫൗണ്ടേഷൻ തന്നെ യൂസ് ചെയ്തത്, കാരണം അവർക്കൊരു ഡ്യൂയി മേക്കപ്പ് വേണം. പിന്നെ ആളുടെ സ്കിന്ന് വന്നിട്ട് ഡ്രൈ ആയതുകൊണ്ട് നാസിൻ്റെ പഞ്ചാബാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് ഒരു സൈഡ് ഫിനിഷ് ചെയ്തിട്ടാണ് കേട്ടോ നെക്സ്റ്റ് സൈഡ് ചെയ്തത്, കാരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം അറിയുള്ളൂ. പിന്നെ നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയാം, നമുക്ക് സമയം എടുത്ത് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പലയിടത്തും പോയിട്ട് എനിക്കിപ്പോൾ എന്താ പറയുക, സമയം കിട്ടാതെ നമുക്ക് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാം, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾക്ക് സമയം എടുത്ത് മേക്കപ്പ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഇതൊക്കെ ഞാൻ ഡിവൈന് ഞാൻ 2 മണിക്ക് എത്തി, നമുക്ക് 6 മണിയുടെ സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഡിംപിളിൻ്റെ മേക്കപ്പ് ഉണ്ടായിരുന്നു. രണ്ടും പക്ക ടൈമിങ്ങിൽ നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ. കാരണം നമുക്ക് സമയം കറക്റ്റ് കിട്ടി, നമുക്ക് ബ്ലെൻഡിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒത്തിരി സമയം ബ്ലെൻഡ് ചെയ്തെടുക്കും കേട്ടോ. ഞാൻ ബ്രഷ് കൊണ്ട് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യും. ബ്ലെൻഡ് ചെയ്യുന്നതിനകത്താണ് ശരിക്കും നമുക്ക് ആ ഒരു ഫിനിഷിങ് കിടക്കുന്നത്. അപ്പോൾ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫുള്ള് ഓൾ ഓവർ ഫേസും കൊടുത്തിട്ടാണ് പിന്നെ നെക്ക് ചെയ്തത് കേട്ടോ. നെക്കും നമ്മൾ നല്ലതുപോലെ കവർ ചെയ്തു. ബ്രഷ് കൊണ്ടും അതുപോലെ തന്നെ ബ്ലെൻഡർ വെച്ചിട്ട് നല്ലതുപോലെ 2-3 വട്ടം ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ സ്കിന്നായിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റായി കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് പഞ്ചാബ്, ചിലപ്പോൾ മേ ബി എല്ലാവരും ചോദിക്കും ഇത്ര ഫെയർ ടോൺ ആണോ എന്ന്. ആളൊരു ഫെയർ മീഡിയം ടു ഫെയറിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് പഞ്ചാബ് ഇടുമ്പോൾ ഞാൻ എപ്പോഴും 2 ഷെയ്ഡ് ഇപ്പോൾ ലൈറ്റർ ഇടുന്നത്, കാരണം എങ്ങാനും അവർക്ക് ഓക്സിഡൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവണ്ട, നമുക്ക് ആ സമയത്ത് പിന്നെ കയറ്റിയിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 2 ഷെയ്ഡ് ലൈറ്റർ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളൊന്ന് സ്വെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫേസിലൊക്കെ അതൊന്ന് പിടിച്ച് കറക്റ്റ് സ്കിൻ ടോണായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ഒന്ന് ഹാൻഡ് ഫാൻ ഉണ്ടായിരുന്നില്ല, ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ വിഷറി വെച്ച് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി. അതിന് ശേഷം K2Pയുടെ 1 ആണ് കേട്ടോ, ഷെയ്ഡ് 1 വന്നിട്ട് കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. വളരെ ലൈറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ, കാരണം ഡ്രൈ സ്കിന്നാണ്. ഒരു പൗഡർ സെറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂയി ഫിനിഷ് മേക്കപ്പ് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടൊന്ന് ഓടിച്ച് സെറ്റ് ചെയ്ത് വിട്ടു കേട്ടോ. ദെൻ വന്നിട്ട് ഞാൻ മൈ മേക്കപ്പ് സ്റ്റോറിയുടെ ബ്ലഷ്, ഞാൻ എപ്പോഴും ഒരു ക്രീം ബ്ലഷാണ് യൂസ് ചെയ്യാറ് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് വന്നിട്ട്. അപ്പോൾ അത് നല്ലതുപോലെ ചീക്കിലും നോസിൻ്റെ എൻഡിലും നോസ് ടിപ്പിലും അതുപോലെ നമ്മുടെ ചിന്നിലും ഫോർഹെഡിലും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തായിരുന്നു കേട്ടോ.
ദെൻ അടിയിൽ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ആളുടെ കണ്ണ് വലുതാണ്, അപ്പോൾ ആ ഒരു വലിപ്പം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. താഴെ എഴുതണ്ടെന്ന് പറഞ്ഞു. ഒരു ഡാർക്ക് കളർ ഷെയ്ഡ് എടുത്തിട്ട് നല്ലതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഡിയോറിൻ്റെ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് ഹൈലൈറ്റ് ചെയ്തോളൂ. കാരണം ഹൈലൈറ്റർ അങ്ങനെയൊന്നും വേണ്ടാന്ന് ആൾക്കുണ്ടായിരുന്നു. അപ്പോൾ അറിയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് നോസും അതുപോലെ ഒന്ന് ഇവിടുത്തെ ഒരു നമ്മുടെ ചീക്സിൻ്റെ അവിടെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ലിപ്സ്റ്റിക്ക് വന്നിട്ട് നമ്മുടെ ലിപ്പ് ലൈനർ മൈഗ്ലാമിൻ്റെ ഒരു ഡാർക്ക് കളർ ലിപ്പ് ലൈനറും ദെൻ ലിപ്സ്റ്റിക്ക് വന്നിട്ട് സെഫോറയുടെ 84 ആയിരുന്നു കേട്ടോ ഷെയ്ഡ് വന്നിട്ട്. ആൾക്ക് നല്ല സ്യൂട്ടായിരുന്നു ആ ഷെയ്ഡ് വന്നിട്ട്. ഒരു ഓവർ ഫീലിംഗ് ഇല്ല, അന്ന് ഭയങ്കര ന്യൂഡെന്നും പറയാനും പറ്റില്ല, പക്ഷെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതായിരുന്നു ലിപ്സ്റ്റിക്ക് വന്നിട്ട്. ഒരു ഗ്രീൻ കളർ പൊട്ടും കൊടുത്തു. PACയുടെ സ്പ്രേ ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ അടിച്ചു കൊടുത്തത്. ഒരു ഇറങ്ങാൻ നേരത്തെ ഞാൻ അർബൻ ഡേക്ക് അടിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മോസ്റ്റ്ലി എൻ്റെ വീഡിയോസിൽ പറയുന്നത് കൊണ്ടാണ് ഓടിച്ചിട്ട് പറയുന്നത് കേട്ടോ. കാരണം എൻ്റെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. ഫൗണ്ടേഷൻ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു മേക്കപ്പ് വന്നിട്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. ഹെയർ വന്നിട്ടും ആളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്തത്. ആദ്യം ലൂസ് കേൾസ് ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ നമ്മൾ ഫ്രണ്ട് ഒന്ന് കെട്ടി വെച്ചു. അതിന് ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ട്. ഡിവൈന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോസിൽ എനിക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. കാരണം നമ്മൾ ചെയ്ത വർക്കിന് നമുക്ക് കിട്ടുന്നൊരു റിസൾട്ട് വന്നിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. അതിനൊരു നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു എന്താ പറയുക ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ അത് വന്നിട്ട് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഹെയറിൻ്റെ 1-2 പേര് പറഞ്ഞത് ഓക്കെയാണ്, കാരണം നമ്മൾ സ്പ്രേ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഓൺ ഹെയർ നിന്നിട്ടില്ല, അധികം ലാസ്റ്റിങ് കുറവായിരുന്നു. അതുകൊണ്ട് അത് അവർ പറഞ്ഞിട്ടാണ് നമ്മൾ സ്പ്രേ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നല്ലതുപോലെ സ്പ്രേയും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് ഫിക്സിംഗ് ഒക്കെ അടിച്ചിട്ടാണ് വിട്ടത്. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ആളുടെ ഇഷ്ടത്തിന് നമ്മൾ ഹെയർ ചെയ്ത് കൊടുത്തു, സാരിയും ഡ്രേപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മേക്കപ്പിൻ്റെ ഓൾ ഓവർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കേട്ടോ. പൊട്ട് കൊടുത്തത് ഗ്രീനാണ്. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ആ പൊട്ടും കൊടുത്ത് ലാസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ശരിക്കും ആ ഒരു ഫേസിൻ്റെ വ്യത്യാസം നമുക്കറിയാം. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഒരു ചെറിയൊരു ഗ്രീൻ കളർ പൊട്ട്. ഞാനിപ്പോൾ ഇതാണ് കേട്ടോ ബ്രൈഡ്സിനൊക്കെ കുത്തി കൊടുക്കണം. നമ്മൾ എന്താ പറയുക വളരെ വില കുറഞ്ഞ പൊട്ടാണ്, പക്ഷേ എന്ത് ഭംഗിയത് ലാസ്റ്റ് കുത്തി കഴിഞ്ഞ് നമുക്ക് കാണാമെന്നറിയാം. അപ്പോൾ PACയുടെ സ്പ്രേ അടിച്ചു നല്ലതുപോലെ. ഞാൻ വിശറി വെച്ചിട്ട് നല്ലതുപോലെ വീശി സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ സ്റ്റോൺ നമ്മൾ ഒരുപാട് വലിയ സ്റ്റോണിൻ്റെ പൊട്ടുകളൊക്കെ കുത്തായിരുന്നു. പക്ഷെ ഇപ്പം ആരും ആ ഒരു ട്രെൻഡ് ഇല്ല, എല്ലാവർക്കും ഒരു മിനിമൽ മേക്കപ്പൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ അപ്പോൾ അതിനിടയിൽ നമ്മുടെ തൂമ് വരും, ഇടയ്ക്ക് വർത്താനം പറയും, അങ്ങനെ പോവും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിവൈൻ്റെ ഫൈനൽ ലുക്ക്. സാരി വന്നിട്ട് മന്ത്രകോടിയാണ് കേട്ടോ. സാരി വന്നിട്ട് ഇതിങ്ങനെ ഒരു പീക്കോക്ക് വോയിസ് ബ്രേക്ക് ആയപ്പോൾ ഇപ്പോൾ പീക്കോക്ക് ബ്ലൂ ആയിരുന്നു കേട്ടോ സാരി വന്നിട്ട്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടോ. മാൻഡിക്കും ഡിവൈനൊക്കെ ഭയങ്കര ഇഷ്ടമായി, ഡിമ്പിളിനൊക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോസിൽ കാണാം. കമൻസൊക്കെ അറിയിച്ചോളൂ. അതുവരേക്കും ബൈ.